നമസ്കാരം. വരും ദിവസങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രഷർ പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് നൽകിയത്. 2024 ആദ്യ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ഇൻഡെക്സുകളിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. നാസ്ഡാക്ക് എന്ന ഇൻഡെക്സ് 2% ഇടിയുകയും S&P 0.5% ഇടിയുകയും ഡോ ജോൺസ് 0.07% ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നാസ്ഡാക്ക് എന്ന ഇൻഡെക്സ് ഇടിയാനുള്ള പ്രധാന കാരണം പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ബാർക്ലേസ് ആപ്പിൾ എന്ന കമ്പനിയെ ഡൗൺഗ്രേഡ് ചെയ്തതാണ്. ആപ്പിളിന് നാസ്ഡാക്കിലുള്ള വെയിറ്റേജ് കൂടുതലാണ്. ഐഫോണിൻ്റെ സെയിൽസ് കുറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിൽ ആപ്പിൾ എന്ന കമ്പനി അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കില്ല എന്നായിരുന്നു ബാർക്ലേസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറഞ്ഞത്. അതേസമയം ഇത്രയും വലിയ ഒരു ഇടിവ് ഡോ ജോൺസിൽ കാണാൻ സാധിച്ചില്ല. അതിന് പിന്നിലെ കാരണം ഡോ ജോൺസിലുള്ള ഡിഫെൻസീവ് സ്റ്റോക്കുകളുടെ മികച്ച പെർഫോമൻസ് ആയിരുന്നു, പ്രത്യേകിച്ചും ജോൺസൺ ആൻഡ് ജോൺസൺ, മെർക്ക് പോലുള്ള കമ്പനികളുടേത്. 2024 ഫിനാൻഷ്യൽ ഇയറിൽ എക്കോണമി റീസൈലൻ്റായി തുടരുമെന്നും ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ആകുമെന്നും അതുപോലെ തന്നെ ഫെഡ് ഉടൻ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ സിഗ്നൽസ് നൽകുമെന്നുള്ള പ്രതീക്ഷയുള്ളതുകൊണ്ടാകാം ഡോ ജോൺസിൽ നമുക്ക് അത്ര വലിയ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കാഞ്ഞത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് അഫിൾ ഇന്ത്യ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അഫിൾ 1300 ക്ലോസിംഗ് നൽകി. ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം അഫിളുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് അഫിൾ എക്സ് പ്ലർഗർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 9% സ്റ്റേക്കുകൾ 372.9 മില്യൺ രൂപയ്ക്ക് അക്വയർ ചെയ്തു എന്നുള്ളൊരു വാർത്ത. അക്വിസിഷനും ബിസിനസ് എക്സ്പാൻഷനുമൊക്കെ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അഫിൾ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 3 വർഷമായി ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 980 രൂപ, 1000 രൂപയുടെ സപ്പോർട്ടും 1300 രൂപയുടെ റെസിസ്റ്റൻസുമാണുള്ളത്. ടെക്നിക്കലി സ്റ്റോക്ക് റെസിസ്റ്റൻസ് സോണിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ 3 വർഷം കൊണ്ട് സ്റ്റോക്ക് റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. സപ്പോർട്ടിൽ ഷോർട്ട് ടൈമിലേക്ക് പൊസിഷൻ എടുത്തവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിനെടുത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. അതേസമയം ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്ക് അഫിൾ എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസം 0.5% ഇടിഞ്ഞ് 786 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2.5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 16.55, ഡിവിഡൻഡ് yield 0.25%, 52 വീക്ക് ഹൈ 800, 52 വീക്ക് ലോ 381. ടാറ്റ മോട്ടോഴ്സ് 100 ഇലക്ട്രിക് ബസ്സുകൾ ആസാം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് സപ്ലൈ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ജനുവരി 1 അതായത് കഴിഞ്ഞ ദിവസം ഈ ബസ്സുകൾ ഇനാഗുറേറ്റ് ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് ഗ്രീൻ ടെക് ആർക്കിടെക്ചറും ലേറ്റസ്റ്റ് ഫീച്ചറും അഡ്വാൻസ്ഡ് ബാറ്ററി സിസ്റ്റവും ഉള്ള ബസ്സുകളാണ് ടാറ്റ മോട്ടോഴ്സ് ആസാം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് നൽകിയത്. ഇവിടെ ടാറ്റ മോട്ടോഴ്സ് ഇതുവരെ 1500-ലധികം ഇലക്ട്രിക് ബസ്സുകൾ ഇന്ത്യയിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പല ഇലക്ട്രിക് ബസ്സുകളും അല്ലെങ്കിൽ ഈ ബസ് ഫ്ലീറ്റ് ഏകദേശം 10 കോടി കിലോമീറ്ററിലധികം കവർ ചെയ്യുകയും 95-ലധികം ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ, എയർ സസ്പെൻഷൻ, ഇൻ്റലിജൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, പാനിക് ബട്ടൺ പോലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചറുള്ള ബസ്സുകളാണ് ടാറ്റ മോട്ടോഴ്സ് സപ്ലൈ ചെയ്യുന്നത്. ഒലട്ര, ഗ്രീൻ ടെക് പോലുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ ഇനി നമ്മൾക്ക് ടാറ്റ മോട്ടോഴ്സിനെയും ഉൾപ്പെടുത്താം. കാരണം തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കും ഇനിയും മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. സ്റ്റോക്കിൽ നമ്മൾക്ക് 2 ബ്രേക്കൗട്ടാണ് കാണാൻ സാധിച്ചത്. ഒന്ന് 600 എന്ന റേഞ്ചിലും രണ്ടാമത്തേത് 730 എന്ന റേഞ്ചിലും. 800 രൂപയിൽ നിന്നും സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് 784 ട്രേഡ് ചെയ്യുന്നു. 780, 730 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് RVNL കഴിഞ്ഞ ദിവസം 0.47% ഇടിഞ്ഞ് 181 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 37,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26.96, ഡിവിഡൻഡ് yield 1.18. റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് റെയിൽ ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. രണ്ടാമത്തേത് റെയിൽ സെക്ടറിലെ കമ്പനികൾക്ക് തുടർച്ചയായി ഓർഡർ ലഭിക്കുന്നുണ്ട്. RVNL എന്ന കമ്പനിക്കും വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ലഭിച്ചു. 123 കോടി രൂപയുടെ പ്രോജക്റ്റാണ് RVNLന് ലഭിച്ചത്. RVNLൻ്റെയും മറ്റൊരു കമ്പനിയായ കർണാടക റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയും ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്കാണ് ഈ പ്രോജക്റ്റ് ലഭിച്ചിരിക്കുന്നത്. ഇത് RVNLനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് RVNLൻ്റെ മറ്റൊരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായ URC കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയും ചേർന്നുണ്ടാക്കിയ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്ക് ഇൻഡോർ മെട്രോ റെയിൽ പ്രോജക്റ്റ് ലഭിച്ചിരുന്നു. 583 കോടി രൂപയുടെ പ്രോജക്റ്റാണ് മധ്യപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്നും RVNLന് ലഭിച്ചത്. ഇതും RVNL എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്.
കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ RVNLൻ്റെ പ്രോഫിറ്റ് 402 കോടിയിൽ നിന്ന് 485 കോടിയിലേക്ക് ഉയർന്നിരുന്നു. അതേസമയം റവന്യൂവിൽ അത്ര വലിയ വളർച്ച നമ്മൾക്ക് കാണാൻ സാധിച്ചതുമില്ല. RVNL ഡബ്ലിംഗ്, ഗേജ് കൺവേർഷൻ, പുതിയ റെയിൽവേ ലൈനുകൾ, ഇലക്ട്രിഫിക്കേഷൻ പോലുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്ന റെയിൽ സെക്ടറിലെ ഒരു കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 199, 52 വീക്ക് ലോ 56. റീസെൻ്റ്ലി RVNL എന്ന കമ്പനി REC എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരുന്നു. 35,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് PSU സെക്ടറിലെ ഈ രണ്ട് കമ്പനികളും തമ്മിൽ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. വരുന്ന 2-3 വർഷത്തേക്ക് കമ്പനിയുടെ വളർച്ച ഇൻടാക്റ്റ് ആയിരിക്കും എന്നുള്ള സൂചനകളാണ് കമ്പനിക്ക് ലഭിക്കുന്ന ഓർഡറുകൾ നൽകുന്നത്. RVNL എന്ന സ്റ്റോക്ക് ഇപ്പോൾ കൺസോൾട്ടേഷൻ ഫേസിലാണ്. സ്റ്റോക്കിൽ റാലിക്ക് ശേഷം കൺസോൾട്ടേഷൻ, വീണ്ടും റാലി, ഈ രീതിയിലുള്ള ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്